വിമർശനങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ സർക്കാർ തീരുമാനം പിൻവലിച്ചേക്കുമെന്ന സൂചന നൽകി സ്പീക്കർ UDF പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചതാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. നികുതി ഇളവ് ചർച്ച ചെയ്ത ശേഷം മാത്രമേ നടപ്പിലാക്കാവൂ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് മറ്റു മന്ത്രിമാരും ഏറ്റുപിടിച്ചു. അതേസമയം ധനബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് UDF ചേരാനുള്ള തീയതി ഇനിയും നിശ്ചയിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യവിവാദം കോൺഗ്രസിലും UDF-നുള്ളിലും കലങ്ങി മറിയുകയാണ്. വിഷയം UDF-ൽ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും VM സുധീരൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയെന്ന അമർഷം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. 1-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ നിന്ന് നികുതി ഇളവ് ഒഴിവാക്കണമെന്ന VM സുധീരന്റെ നിലപാടും തിരിച്ചടിയാണ്. പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്ന അതിന്റെ ഇമ്പാക്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ അത് തീരുമാനിക്കേണ്ട KPCC ആണ്, ഞാനല്ല. UDF-നുള്ളിൽ ആലോചിച്ചിട്ടേ തീരുമാനമുണ്ടാകൂവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ചോദ്യങ്ങളിൽ നിന്ന് തലയൂരാനുള്ള മാർഗമാക്കുകയാണ് മറ്റു മന്ത്രിമാരും. മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം UDF ചർച്ച ചെയ്യും. കോൺഗ്രസിന് മദ്യനയമുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ടുവരിക. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മദ്യനയം ഉണ്ടാകും. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് പോകൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഇവിടെ ഞങ്ങളുടെ പുതിയ മദ്യനയം തീരുമാനിക്കപ്പെട്ടിട്ടില്ല. നികുതിയുടെ പ്രപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. UDF തീരുമാനിക്കും എന്ന് ഇവിടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമൻസും UDF തീരുമാനിക്കും എന്നുള്ള നിലയിലാണ്. ഈ ജനസമൂഹത്തിൻ്റെ ശബ്ദം UDF കേൾക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ധനബിൽ നിയമസഭയിലെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ UDF ചേരുന്നതിനുള്ള സമയവും തീയതിയും ഇനിയും നിശ്ചയിച്ചിട്ടില്ല. അതേസമയം ധനബില്ല് മാറ്റം കൂടാതെ പാസാക്കുന്നതിന് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിനാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.